ഇസ്രയേലിൻ്റെ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഒരു മിസൈൽ, ഹൈപ്പർ സോണിക് മിസൈലാണ്. അത് ഹൂതികൾ ഒരുപക്ഷെ ചൈനീസ് നിർമ്മിതമോ ഇറാനിയൻ നിർമ്മിതമോ ആകാം. അത് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ പതിച്ചിരിക്കുന്നു. ടെൽ അവീവിലെ പ്രസിദ്ധമായ വിമാനത്താവളമാണ് ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ട്. ആ ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ 3-ാം ടെർമിനലിൽ എടുക്കേണ്ട 75 ടെർമിനൽ ഹെഡ് ക്വാർട്ടേഴ്സിന് 75 മീറ്റർ മാത്രം അകലെ പതിച്ച് ഏതാണ്ട് 25 മീറ്ററോളം ആഴമുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയി ഇസ്രയേലിൻ്റെ വിഖ്യാതമായ ഏറിയൽ ഡിഫൻസ് സംവിധാനമായ അയൺ ഡോം? അയൺ ഡോം 3 തലങ്ങളാണ്. ഒന്ന് ഈ ലോങ് റേഞ്ച് ഒബ്ജക്ട്സ് ആരോ സിസ്റ്റം എന്ന് പറയും. അത് ദൂരെ നിന്ന് വരുന്ന റോക്കറ്റുകളെ ഏറിയൽ ബാറ്ററീസിലൂടെ നിർവീര്യമാക്കുന്ന ആരോ സിസ്റ്റം തകർന്നു. കുറച്ചുകൂടി അടുത്ത് വരുന്ന ഒബ്ജക്ട്സിനെ തകർക്കുന്നതാണ് ഡേവിഡ് സ്ലിംഗ്. അല്ലെ, ദാവീദ് ഉപയോഗിച്ച കവണയുടെ പേര്, ഗോലിയാത്തിനെ തകർക്കാൻ വേണ്ടി ദാവീദ് ഉപയോഗിച്ച കവണയെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഡേവിഡ് സ്ലിംഗ് എന്ന രീതിയിൽ ഉള്ള ആ മിസൈൽ കവച സംവിധാനവും പരാജയപ്പെട്ടു. അയൺ ഡോം എന്ന് പറയുന്ന 3-ാമത്തെ സംവിധാനം. മൊത്തത്തിൽ അയൺ ഡോം എന്ന് പറയുമ്പോഴും അത് ഏറ്റവും ചെറിയ മൊളോട്ടോവ് കോക്ടെയിലുകൾ ഉൾപ്പെടെ ചെറിയ ഏറിയൽ ഒബ്ജക്ട്സിനെ, ഡ്രോണുകളെ ഒക്കെ തകർക്കുന്ന അയൺ ഡോം. ഇത് 3ഉം ഭേദിച്ചുകൊണ്ട് ആ മിസൈൽ വീണിരിക്കുകയാണ്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെറ്റ് ബാക്കാണ്. അത് മാത്രമല്ല, അമേരിക്ക നൽകിയ താഡ് മിസൈൽ സംവിധാനം, പ്രതിരോധ മിസൈൽ, അതായത് ആൻറ്റി മിസൈൽ സിസ്റ്റമാണ് താഡ്. ആ താഡിൻ്റെയും പരാജയമാണ്. അതുകൊണ്ട് പൂർണ്ണമായി സുരക്ഷിതമല്ല. ഇപ്പം ഹൂതികൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഹൂതികൾക്ക് വളരെ ദൂരെ നിന്നാണ് അവരുടെ മിസൈലുകൾ വരേണ്ടത്, തൊട്ടടുത്ത് നിന്നല്ല. ഹമാസ് തൊട്ടടുത്ത് നിന്നാണ്. പക്ഷേ ഹൂതികൾ വളരെ 2000-ൽ പരം കിലോമീറ്റർ തെക്ക് നിന്നാണ് ഹൂതി മിസൈലുകൾ വരേണ്ടത്. പക്ഷേ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ പ്രഹരമായി ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചു. ഈ ഏതാണ്ട് 30ഓളം ജെറ്റുകൾ, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഹൂതി കേന്ദ്രങ്ങൾക്ക് മേൽ തീമഴ പെയ്യിച്ചു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. അത് വലിയ രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കാണ്, റിറ്റാലിയേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. ഹൂതി കേന്ദ്രങ്ങളായ ഹൊദൈദ പ്രദേശത്തും അൽ സവാദ് റീജിയനിലും ആണ് ഈ 30ഓളം വിമാനങ്ങളുടെ താണ്ഡവം സംഭവിച്ചത്. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ, തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓയിൽ സംഭരണ, എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ടാർഗറ്റ് ചെയ്ത്. മുൻപ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അമേരിക്കയും സമാനമായ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. ഹൂതികളുടെ വരുമാനം പലപ്പോഴും എണ്ണ സമ്പന്നമായ മേഖലയിൽ ഖനനം ചെയ്തെടുക്കുന്ന എണ്ണയാണ്. അഥവാ അത് കൊടുത്താണ് അവർ ആയുധങ്ങൾക്കുള്ള പണം സംഭരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ, ഹൂതി ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കേണ്ടത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമാണ്. ഈ റൗണ്ടിൽ അമേരിക്ക നേരിട്ട് പങ്കെടുത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അമേരിക്ക പങ്കെടുക്കാൻ വിസമ്മതിക്കില്ല എന്ന സൂചന കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ ഹൂതികൾക്കെതിരെ അതിശക്തമായ ആക്രമണം പ്രതീക്ഷിക്കാം. ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്താവനയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ദ്വിമുഖ യുദ്ധമുഖം ഇപ്പോഴും സജീവം തന്നെയാണ്. അതുകൊണ്ട് ഹൂതികൾക്കെതിരെ കമ്പൈൻഡ് അമേരിക്കൻ ആൻഡ് ഇസ്രായേലി അഗ്രഷൻ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ശാശ്വതമായി ഈ 2 വിഷയവും, ഹൂതികൾ ഉയർത്തുന്ന സുരക്ഷാ വിഷയം, ഇസ്രായേലിൽ മാത്രമല്ല കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് വലിയ തടസ്സമാണ് ഹൂതികളുടെ ഒരു ആക്രമണം. അത് അവസാനിപ്പിക്കാൻ അമേരിക്ക കച്ചമുറുക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇസ്രായേലും ചേർന്നുകൊണ്ട് ദ്വിമുഖ ആക്രമണം അവിടെ നടക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.